20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. സ്വന്തമായിട്ട് കിണറില്ലാത്തവരാണ്. അപ്പോൾ എല്ലാവരും പ്രദേശത്ത് നിന്ന് വന്നിട്ടില്ല, ഒക്കെ പണിക്കും ഇതിനൊക്കെ പോകേണ്ട ആൾക്കാരല്ലേ. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കിണറുകളിലും ഒക്കെ വറ്റി തുടങ്ങി. കുടിവെള്ളമില്ല. പ്രതിഷേധവുമായി പ്രദേശവാസികൾ നിലമ്പൂർ ജല അതോറിറ്റി ഓഫീസിലെത്തി. അമരമ്പലം, തോട്ടേക്കാട്, കോഴിശ്ശേരിക്കുന്ന് നിവാസികളാണ് പ്രശ്നപരിഹാരം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് മുന്നിലെത്തിയത്. 63 SC കുടുംബങ്ങളും 11 ST കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഇവിടെ ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. സമീപത്തെ ക്വാറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നാണ് ഇവർ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പഞ്ചായത്തിന്റെ 19ാം വാർഡില് സ്ഥിതി ചെയ്യുന്ന കോഴിശ്ശേരി എന്ന പ്രദേശത്തെ സ്ഥിരതാമസക്കാരായ ആളുകളാണ് ഇതിലുള്ള ആളുകൾ. കഴിഞ്ഞ 2 മാസത്തിലേറെ നമ്മുടെ വേനൽക്കാലം തുടങ്ങിയ ഉടനെ തന്നെ ആ പ്രദേശത്തുള്ള കുടിവെള്ളം ആർക്കും ലഭ്യമല്ലാത്ത രീതിയിൽ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാട്ടർ അതോറിറ്റിൻ്റെ ഒരു ലൈൻ മാത്രമാണ് അവിടെ ശാശ്വതമായിട്ടുള്ളത്. ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കിണർ കുഴിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നടത്തി വെള്ളം എടുക്കാനോ കഴിയാത്ത സാഹചര്യമുള്ളത്. അപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിൻ്റെ ഈ പൈപ്പ് ലൈനാണ്. ആ പ്രദേശത്തേക്ക് പോകുന്ന ആ പൈപ്പ് ലൈൻ ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം അത് കട്ട് ചെയ്ത് ആ ലൈന് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിച്ച് കൊടുത്തെങ്കിൽ ഇവർക്ക് ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടും. അതിനുവേണ്ടിയാണ്. ഇതാകട്ടെ മലിനജലവുമാണ്. കുടിക്കാനായി സമീപത്തുള്ള മറ്റുള്ള കിണറുകളിൽ നിന്നും എടുത്താണ് ഉപയോഗിച്ചു വന്നത്. വേനൽ കടുത്തതോടെ കിണറുകളിലും വെള്ളം കുറഞ്ഞത് തിരിച്ചടിയായി. മലയോര പാത നിർമ്മാണം കാരണം റോഡ് പണി നടക്കുന്നതിനായി പൈപ്പുകൾ പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടാൻ കാരണം. എന്നാൽ സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ദളിത് കോൺഗ്രസ് നേതാവ് ശിവദാസൻ ഉള്ളാടിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തില്ലാത്തതിനാൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല. മൈനോറിറ്റി കോൺഗ്രസ് പ്രതിനിധി KT ഫർഹാൻ, ബോബി ഓണാട്ട്, ബേബി വിനോദിനി, അഞ്ജുമോൾ, സുഭദ്ര, സുന്ദരി തുടങ്ങിയവർ നേതൃത്വം നൽകി. N4 ന്യൂസ്, പൂക്കോട്ടുംപാടം. എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.